EPF അംഗങ്ങൾക്ക് സുപ്രീം കോടതി വിധിച്ച ഉയർന്ന പെൻഷനു വേണ്ടി രാജ്യത്താകെ ലഭിച്ച 15.24 ലക്ഷം അപേക്ഷകളിൽ യോഗ്യത നേടിയത് 3.73 ലക്ഷം മാത്രം. ഇതിൽ വിരമിച്ച അപേക്ഷകരിൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് 1.5 ലക്ഷം പേർക്കാണെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. EPF അംഗങ്ങൾക്ക് സുപ്രീം കോടതി വിധിച്ച ഉയർന്ന പെൻഷനു വേണ്ടി രാജ്യത്താകെ ലഭിച്ച 15.24 ലക്ഷം അപേക്ഷകളിൽ യോഗ്യത നേടിയത് വെറും 3.73 ലക്ഷം പേർ മാത്രമാണ്. ഇതിൽ വിരമിച്ച അപേക്ഷകരിൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് 1.5 ലക്ഷം പേർക്കും എന്നാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചത്. ഉയർന്ന പെൻഷനു വേണ്ടിയുള്ള അപേക്ഷകളിൽ ഇനി തീർപ്പാക്കാൻ ബാക്കിയുള്ളത് 11,595 എണ്ണം മാത്രമാണ്. ഇതിൽ 1,251 എണ്ണവും കേരളത്തിൽ നിന്നുള്ളതും. രാജ്യത്താകെ 85.84 ലക്ഷം പേരാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ സുപ്രീം കോടതിയുടെ 2022 നവംബർ 4 വിധിയുടെ പിൻബലത്തിൽ യാഥാർത്ഥ ശമ്പളം അടിസ്ഥാനമാക്കിയുള്ള ഉയർന്ന പെൻഷനു വേണ്ടി 17.49 ലക്ഷം പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ 2.24 ലക്ഷം അപേക്ഷകൾ തൊഴിലുടമകൾ EPFOയ്ക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ല. തൊഴിലാളിയും തൊഴിലുടമയും ചേർന്ന് നൽകേണ്ട സംയുക്ത ഓപ്ഷൻ സമർപ്പിക്കപ്പെട്ടത് 15,24,365 എണ്ണമാണ്. ഇതിൽ EPFOയുടെ വിവിധ പരിശോധനകൾ കഴിഞ്ഞ് ഡിമാൻഡ് ലെറ്റർ, അതായത് അധിക വിഹിതം നൽകാൻ ആവശ്യപ്പെടുന്ന കത്ത് നൽകിയത് 4.31 ലക്ഷം പേർക്കാണ്. എന്നാൽ ഡിമാൻഡ് ലെറ്ററിൽ പറഞ്ഞ തുക കൈമാറാത്തതും മറ്റുമായി 58,113 അപേക്ഷകൾ അയോഗ്യമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ഫലത്തിൽ 3.73 ലക്ഷം പേർ മാത്രമാണ് ഉയർന്ന പെൻഷന് യോഗ്യത നേടിയത്. അതായത് അപേക്ഷിച്ചവരിൽ ഏതാണ്ട് 1/4 പേർ മാത്രം. വിരമിച്ചവർക്ക് പെൻഷൻ അനുവദിക്കുന്ന അവസാന നടപടിയായ പെൻഷൻ പേ ഓർഡർ, അതായത് പെൻഷൻ നൽകാനുള്ള ഉത്തരവ് ലഭിച്ചത് 1,49,806 പേർക്ക് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.